കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2025 ഡിസംബർ 17 ധനുമാസം 2-ാം തീയതി. ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച കേരളീയർ കുചേല ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത്. കുചേലൻ ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ബാല്യകാല, അതായത് ഗുരുകുല സുഹൃത്താണ്. സുദാമാവ് എന്നാണ് കുചേലൻ്റെ യഥാർത്ഥ നാമം. അദ്ദേഹം വീണ്ടും ഭഗവാനെ കണ്ടുമുട്ടിയ ആ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് കേരളത്തിൽ, പ്രത്യേകിച്ച് ഗുരുവായൂർ കുചേല ദിനമായിട്ട് ആഘോഷിക്കുന്നത്. മലയാള മാസം ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് കുചേല ദിനമായിട്ട് ആഘോഷിക്കുന്നത്. അന്നേ ദിവസം കൃഷ്ണഭക്തർ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുകയും ഭഗവാന് അവൽക്കിഴി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കാത്ത ആളുകൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഭഗവാന് അവല് സമർപ്പിച്ച്, നൈവേദ്യമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കൈകൊണ്ട് തന്നെ അല്പം അവല് നനച്ച്, അതായത് തേങ്ങയും ശർക്കരയും നെയ്യും എള്ളുമൊക്കെ ചേർത്ത് നനച്ച് ഒരു പാത്രത്തിലാക്കി ഭഗവാന് സമർപ്പിക്കാം. അതല്ലെങ്കിൽ അവല് ഒരു നല്ല വെള്ള തുണിയിലോ മഞ്ഞ തുണിയിലോ കിഴി കെട്ടി അങ്ങനെയും ഭഗവാന് സമർപ്പിക്കാം. അതാണ് അന്നത്തെ ദിവസം ഭക്തർ പ്രത്യേകിച്ച് ഭഗവാന് വഴിപാടായി സമർപ്പിക്കുന്നത്. ദാരിദ്ര്യ ശമനത്തിനായിട്ടാണ് ഇങ്ങനെ വഴിപാട് സമർപ്പിക്കുന്നത്. ദാരിദ്ര്യം നമുക്ക് പണം കൊണ്ടുള്ള ദാരിദ്ര്യം മാത്രമല്ല, പലതരത്തിലുള്ള ദാരിദ്ര്യങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകും. നല്ല ദേഹസൗഖ്യം, അതായത് എപ്പോഴും അസുഖമാണ്, നല്ല ആരോഗ്യമില്ല, അതൊരു ആരോഗ്യ ദാരിദ്ര്യമാണ്. അതായത് പിന്നെ വേറൊന്ന്, നമുക്ക് വിജ്ഞാനമില്ല, ബുദ്ധിയില്ല, തിരിച്ചറിവില്ല, ശരിയും തെറ്റും ഏതാണ് എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് പോകാനുള്ള ഒരു ശേഷിയില്ല. പലപ്പോഴും ആപത്തിൽ ചെന്ന് ചാടുന്നു, മറ്റുള്ളവർ നമ്മളെ പറ്റിക്കുന്നു. അപ്പോൾ അതൊരു വിവേക ദാരിദ്ര്യമാണ്. അങ്ങനെ പലതരത്തിലുള്ള ദാരിദ്ര്യങ്ങൾ മനുഷ്യനുണ്ടാകും. അപ്പം ഈ തരത്തിലുള്ള എല്ലാ ദാരിദ്ര്യങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നതിന് വേണ്ടി ഭഗവാന് അവൽക്കിഴി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അല്ലാതെ ദാരിദ്ര്യം എന്ന് പറയുന്നത് പണം കൊണ്ടുള്ള ദാരിദ്ര്യം മാത്രമല്ല, പലതരത്തിലും ദാരിദ്ര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഭക്തരും അന്നേ ദിവസം ഭഗവാന് അവൽക്കിഴി അല്ലെങ്കിൽ അവല് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നമുക്ക് ഭാഗവതത്തിൽ കുചേല സൽഗതിയെപ്പറ്റി ഭംഗിയായി വിവരിച്ചിട്ടുണ്ട്. ആ കഥ കൂടി ഈ അവസരത്തിൽ നമുക്കൊന്ന് നോക്കാം. ഭഗവാൻ ശ്രീകൃഷ്ണൻ കംസവധത്തിനു ശേഷം നമുക്കറിയാം മധുരയിലാണ് താമസിച്ചത്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പിതാവായ വസുദേവരാണ് അദ്ദേഹത്തെയും കൃഷ്ണനെയും ബലരാമനെയും സാന്ദീപനി മുനിയുടെ ആശ്രമത്തിലേക്ക് ഗുരുകുല വിദ്യാഭ്യാസം ചെയ്യുന്നതിനായിട്ട് അയച്ചത്. അങ്ങനെ ഈ സാന്ദീപനി മുനിയുടെ ആശ്രമത്തിൽ പണ്ട് ഗുരുകുലവാസം ചെയ്യുന്ന ആ കാലത്ത് ഭഗവാന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു കുചേലൻ. അദ്ദേഹം ഒരു പരമ ദരിദ്രനായ ഒരു ബ്രാഹ്മണ കുമാരനായിരുന്നു. നിറഞ്ഞ കണ്ണുകളോടു കൂടിയാണ് ആ ബ്രാഹ്മണ കുമാരൻ ഭഗവാനോട് ആശ്രമവാസം കഴിഞ്ഞ് യാത്ര പറയുന്ന അവസരത്തിൽ ഭഗവാനോട് യാത്ര പറഞ്ഞത്. സുദാമാവ് എന്നായിരുന്നു ആ ബ്രാഹ്മണ ബാലൻ്റെ യഥാർത്ഥമായ നാമം. പക്ഷേ കുചേലൻ എന്ന പേരിലാണ് ഗുരുകുലവാസകാലം മുതലേ അദ്ദേഹം അറിയപ്പെട്ടത്. അങ്ങനെ കരഞ്ഞ് അദ്ദേഹത്തെ ഭഗവാനെ കെട്ടിപ്പിടിച്ച് യാത്രയാക്കുകയാണ് ഗുരുകുലത്തിൽ നിന്ന് ആര്? സുദാമാവ് എന്ന കുചേലൻ.
വർഷങ്ങൾ വളരെ കഴിഞ്ഞു. ഇന്ന് ആ ബ്രാഹ്മണൻ അവന്തി എന്ന രാജ്യത്ത്, സാന്ദീപനി മുനിയുടെ ആശ്രമ പ്രദേശത്തിനടുത്തുള്ള അവന്തി എന്ന രാജ്യത്ത് ഒരു ചെറ്റക്കുടലിൽ ഒരു പരമദരിദ്രനായി കഴിഞ്ഞ് കൂടുകയാണ്. ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച് അദ്ദേഹം ഒരു സൽഗുണവതിയായ ഒരു ബ്രാഹ്മണ യുവതിയെയാണ് വിവാഹം കഴിച്ചത്. ആ സ്ത്രീയിൽ കുറേയേറെ സന്താനങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായി. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം പോലും കൊടുക്കുവാനുള്ള കഴിവ് ആ പാവപ്പെട്ട കുചേലന് ഉണ്ടായിരുന്നില്ല. സദാസമയം എപ്പോഴും ഇങ്ങനെ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞു കൂടുന്നതിനാൽ കുടുംബത്തിലുണ്ടാകുന്ന വിഷമങ്ങളെക്കുറിച്ചൊന്നും ആ ബ്രാഹ്മണൻ പലപ്പോഴും ഓർത്തതുപോലുമില്ല. ഇങ്ങനെ നാമം ജപിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന് പലപ്പോഴും വിശപ്പ് പോലും അറിയാൻ സാധിച്ചില്ല. അങ്ങനെ നേരം വെളുത്താൽ അന്തിയാകുന്നത് വരെ അസ്ഥിപഞ്ജരമായ ആ ശരീരത്തോടു കൂടിയുള്ള കുഞ്ഞുങ്ങളെയെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ആ കുചേല പത്നി ആ നാട്ടിലെ ഗൃഹങ്ങളിലെല്ലാം കയറിയിറങ്ങി ഭിക്ഷ യാചിക്കും. ആ സ്ത്രീയല്ലേ, അവർക്ക് വിശക്കും, കുഞ്ഞുങ്ങൾക്കും വിശക്കും. കരഞ്ഞുകൊണ്ട് ആ കുഞ്ഞുങ്ങൾ അച്ഛൻ്റെ അടുക്കലേക്കല്ല ഓടിച്ചെല്ലുന്നത്, അമ്മയുടെ അടുക്കലേക്കാണ്. അവർക്കങ്ങനെ ഇരുന്നാൽ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യും? ഭിക്ഷ യാചിക്കും. ചിലർ വല്ലതും കൊടുക്കും, ചിലർ ഒന്നും കൊടുക്കുകയുമില്ല. കാരണം എല്ലാ ദിവസവും കയറി ചെല്ലുന്നതാണ്. അതുകൊണ്ട് പലർക്കും മടുപ്പുമുണ്ടായിരുന്നു. അതുമാത്രമല്ല, എത്ര തന്നെ ഭിക്ഷ യാചിച്ചാലും ഇത്രയും കുഞ്ഞുങ്ങളുണ്ടല്ലോ, എല്ലാവർക്കും ഒരു നേരത്തെ ആഹാരം പോലും പലപ്പോഴും കിട്ടാറുമുണ്ടായിരുന്നില്ല. ജനങ്ങൾക്ക് പോലും പലപ്പോഴും അവരോട് അനുകമ്പയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പലപ്പോഴും പല വീടുകളിൽ ചെന്നാലും നിങ്ങളിങ്ങനെ എന്നും വരുന്നതല്ലേ, എനിക്ക് സാധിക്കുകയില്ല, എപ്പോഴും തരാൻ സാധിക്കുകയില്ല എന്ന നിലയിൽ ചിലർ പറയാനും തുടങ്ങി. എന്തെങ്കിലും വല്ലതും കിട്ടിയാൽ ആ സ്ത്രീ അത് പാകപ്പെടുത്തി ഭർത്താവിന് കൊടുത്തതിനു ശേഷം ബാക്കിയുള്ളത് താനും കുഞ്ഞുങ്ങളും കഴിക്കും. അതിനും വകയില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തതിനു ശേഷം ആ സാധു സ്ത്രീ വിശപ്പ് സഹിച്ച് അങ്ങനെ പട്ടിണി കിടക്കുകയും ചെയ്യും. ഇതൊന്നും കുചേലൻ പലപ്പോഴും അറിഞ്ഞിരുന്നതുമില്ല, ആ സ്ത്രീ അറിയിച്ചതുമില്ല. അങ്ങനെ ഒടുവിൽ നിവൃത്തിയില്ലാത്ത ഒരു ഘട്ടം വന്നപ്പോൾ ഒരു ദിവസം തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ ചെന്ന് കരഞ്ഞുകൊണ്ട് ആ സ്ത്രീ പറയുകയാണ്, നാഥ, ഞാൻ പറയുന്നത് കൊണ്ട് അങ്ങ് എന്നോട് കോപിക്കരുത്. ദാരിദ്ര്യമാണെങ്കിലും എത്ര കാലം നമുക്കത് സഹിക്കാം. ഒരു ദിവസം ഒരു തുള്ളി അന്നത്തിൻ്റെ വെള്ളം പോലും കൊടുക്കുവാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ നാം എങ്ങനെ വളർത്തും? നിത്യദാരിദ്ര്യം മാത്രമാണ് നമ്മുടെ കൈമുതൽ. നേരം വെളുത്താൽ ഈ കുഞ്ഞുങ്ങൾ വിശന്ന് പൊരിഞ്ഞ് എൻ്റെ അരയിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുന്നു. രാത്രിയിൽ ഒന്നും കഴിക്കാതെ കിടക്കുന്ന കുഞ്ഞുങ്ങളാണ്. ഒരു പെറ്റ അമ്മയല്ലേ ഞാനത് എങ്ങനെ സഹിക്കും? കുഞ്ഞുങ്ങളോടുകൂടി സന്ധ്യ മയങ്ങുന്നത് വരെ എത്ര തന്നെ ഭിക്ഷയെടുത്താലും എന്തു കിട്ടാനാണ്? ദയവുള്ളവർ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇല്ല, ധർമ്മിഷ്ഠന്മാരുമില്ല. എന്തിനവരെ കുറ്റം പറയുന്നു? എന്നും ഇങ്ങനെ തെണ്ടാൻ ചെന്നാൽ ആരും ഒന്നും തരികയുമില്ല. നാം ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു പോയതിനാൽ കൂലിവേല എടുക്കുവാനും നിവർത്തിയില്ല. അത് നിഷിദ്ധമാണ് പോലും. എന്തൊരു കാലം! അതുകൊണ്ട് ഒരുപാടൊന്നും വേണ്ട, ഒരു നേരത്തെ കഞ്ഞിവെള്ളം കിട്ടാനുള്ള എന്തെങ്കിലും ഒരു മാർഗം അങ്ങ് പറയണം. അങ്ങെൻ്റെ ഭർത്താവാണ്, ഭർത്താവിനോടല്ലാതെ മറ്റാരോടാണ് ഞാൻ ഇതൊക്കെ പറയേണ്ടത്? ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ആ സാധു സ്ത്രീ ഭർത്താവിനോട് പറയുന്നു. ഇത് കേട്ടതും തൻ്റെ നിസ്സഹായമായ അവസ്ഥയിൽ കുചേലൻ പറയുകയാണ്, നാഥേ, ഞാൻ എന്തു മാർഗം നിർദ്ദേശിക്കുവാനാണ്? എനിക്കെന്തറിയാം? ദൈവത്തെ ഭജിക്കാനല്ലാതെ മറ്റൊന്നും എനിക്ക് അറിയുകയുമില്ല. ധനമില്ലാത്ത നാം വലിയ ധനവാന്മാരാണ്. നമുക്ക് ശത്രുക്കളില്ല. ധനം പുഷ്ടിപ്പെടുത്തുവാനുള്ള കപട ചിന്തകളും നമ്മളെ ഉപദ്രവിക്കുന്നില്ല. ഇങ്ങനെയുള്ള തത്വങ്ങൾ പറയാമെന്നല്ലാതെ
എനിക്ക് മറ്റെന്തു ചെയ്യാൻ സാധിക്കും? ഞാനിങ്ങനെ പറഞ്ഞതുകൊണ്ട് പട്ടിണിക്ക് അതൊരു പരിഹാരമല്ല, അതും എനിക്കറിയാം. ഇങ്ങനെ വീണ്ടും കുചേലൻ ഭാര്യയോട് പറയുന്നു. ഭർത്താവിൻ്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടപ്പോൾ സങ്കടത്തോടുകൂടി ആ സാധു സ്ത്രീ വീണ്ടും ഭർത്താവിനോട് പറയുകയാണ്, അല്ലയോ പ്രാണവല്ലഭ, സ്ത്രീകൾക്ക് അലങ്കാരങ്ങളായ സ്വർണ്ണാഭരണങ്ങളോ പട്ടുവസ്ത്രങ്ങളോ താമസിക്കുവാൻ മണിമാളികയോ ഒന്നുമല്ലല്ലോ ഞാൻ ആവശ്യപ്പെട്ടത്. നഗ്നത മറയ്ക്കുവാൻ ഈ കില്ലത്തുണി അത് ധാരാളം, ഞാൻ ധരിച്ചു കൊള്ളാം. സങ്കടമില്ല, ഈ കൂരപ്പുരയിൽ വെയിലും മഴയുമേറ്റു ഞാൻ കിടന്നുകൊള്ളാം. എനിക്ക് കുഴപ്പമില്ല. പ്രാണൻ അത് കിടക്കുന്നതിന് വേണ്ടി ഒരു നേരമെങ്കിലും അന്നത്തിൻ്റെ ഒരല്പം വെള്ളം ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമല്ലോ. അതിനു നാം എന്തു ചെയ്യണം? ഇങ്ങനെ ആ സ്ത്രീ ചോദിക്കുകയാണ്. നാഥേ, നീ പറഞ്ഞത് കാര്യമാണ്. പതിവ്രതയായ പത്നിയെയും കുഞ്ഞുങ്ങളെയും പട്ടിണിക്കിടുന്ന പുരുഷൻ പരമഹംസനായാലും അവന് ഗതി കിട്ടുകയില്ല എന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ എന്തു ചെയ്യും? എവിടെ പോകും? ഞാനും നിന്നോടൊപ്പം ഇറങ്ങി തെണ്ടാമെന്ന് വെച്ചാൽ വല്ലതും കിട്ടുമോ? ആര് നമ്മെ സഹായിക്കും? ഈ ദരിദ്രകളോട് ആർക്ക് കരുണ തോന്നും? ഇങ്ങനെ കുചേലൻ വീണ്ടും ഭാര്യയോട് പറയുന്നു. അവസാനം സഹികെട്ട് അവര് ഭർത്താവിനോട് പറയുകയാണ്, നാഥ, ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങ് ദേഷ്യപ്പെടരുത്. പണ്ട് സാന്ദീപനി മുനിയുടെ ഗുരുകുലത്തിൽ അങ്ങും ദ്വാരകാധിപതിയായ ശ്രീകൃഷ്ണ ഭഗവാനും ഒന്നിച്ചു പഠിച്ചിട്ടുണ്ടെന്ന് അങ്ങ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന് അങ്ങയോട് അളവറ്റ സ്നേഹമുണ്ടായിരുന്നു എന്നും അങ്ങ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് ഐശ്വര്യ സമ്പൂർണനായി വാഴുന്നു. ആ പുണ്യാത്മാവിനെ ഒന്നുപോയി കണ്ട് നമ്മുടെ ഈ ദയനീയമായ സ്ഥിതി അങ്ങൊന്നറിയിച്ചാൽ ആ കരുണാവാരിധി നമ്മുടെ ദാരിദ്ര്യ ദുഃഖത്തിന് ശമനമുണ്ടാക്കി തരും. എനിക്കത് ഉറപ്പാണ്. അങ്ങത് ചെയ്യണം എന്ന് ഈ ഭാര്യ കുചേലനോട് പറയുന്നു. അത് കേട്ടതും, പ്രിയേ, നീ എന്താണ് ഈ പറയുന്നത്? ഭഗവാൻ കൃഷ്ണന്റെ സ്ഥാനം എവിടെ? ഏഴകളിൽ ഏഴയായ എൻ്റെ സ്ഥാനം എവിടെ? ശിവശിവ, ഓർക്കാൻ പോലും വയ്യ. ഗുരുകുലത്തിൽ കുറച്ചുനാൾ ഒന്നിച്ചു പഠിച്ചു എന്ന് വിചാരിച്ച് അദ്ദേഹം എന്നെ ഓർമ്മിക്കണമെന്നുണ്ടോ? പ്രിയേ, നീ അത് മാത്രം പറയരുത്. ശാന്തം പാപം, നീ അത് പറയരുത്. ഈ പാവപ്പെട്ട ദാരിദ്ര്യ ബ്രാഹ്മണനെ വിശ്വംഭരനായ ഭഗവാൻ കണ്ടാൽ പോലും അറിയണമെന്നില്ല. വേണ്ട വേണ്ട, അതിമോഹമൊന്നും പാടില്ല. അത് നാശത്തിനാണ് വകവയ്ക്കുന്നത് എന്ന് കുചേലൻ ഭാര്യയോട് പറയുന്നു. ഇല്ല നാഥ, പതിവ്രതയായ ഈ പത്നിയാണ് പറയുന്നത്. അദ്ദേഹം ഒരിക്കലും അങ്ങേ കണ്ടാൽ തിരിച്ചറിയാതെ ഇരിക്കുകയില്ല. അദ്ദേഹം ആശ്രിത വത്സലനും ഭക്തപരായണനുമാണ്. ഭക്തന്മാർക്ക് വേണ്ടി ഹൃദയം പോലും കൊടുക്കുവാൻ കനിവുള്ളവനാണ്. ഇതൊക്കെ നാം ധാരാളം കേട്ടിട്ടുണ്ട്. ആ സ്ഥിതിക്ക് ഭക്തനായ പഴയ കൂട്ടുകാരനെ കണ്ടാൽ അദ്ദേഹം തീർച്ചയായും നമ്മളെ സഹായിക്കും. അങ്ങ് എന്തിനാണ് ഈ കാര്യത്തിൽ തടസ്സം പറയുന്നത് എന്ന് വീണ്ടും കുചേലൻ്റെ പത്നി കുചേലനോട് പറയുന്നു. വീണ്ടും വീണ്ടും കുചേലൻ അത് സാധിക്കുകയില്ല എന്ന് പറയുന്നു. പക്ഷേ ഭാര്യ വീണ്ടും വീണ്ടും നിർബന്ധിക്കുന്നു. അങ്ങനെ അവസാനം കുചേലൻ സമ്മതിക്കുന്നു. ഭാര്യയുടെ നിർബന്ധം കേട്ടിട്ട് അദ്ദേഹം പറയുകയാണ്, പ്രിയേ, നീ വിഷമിക്കണ്ട. നിനക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ പോകാം. അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ തിരുമുഖം എനിക്കൊന്ന് കാണാൻ സാധിക്കുമല്ലോ. എനിക്കത് മതി. ദൂരെ വെച്ചാണെങ്കിലും ഞാനത് കണ്ട് ആനന്ദിച്ചു കൊള്ളാം. ഭഗവാനെ, അവിടുത്തെ ദർശനം മാത്രം എനിക്ക് കിട്ടിയാൽ മതി. എന്നിട്ട് വീണ്ടും പറയുകയാണ്, ഇനി അദ്ദേഹത്തെ കാണാനും സംസാരിക്കുവാനും എനിക്ക് സാധിക്കുമെങ്കിൽ ഞാൻ ഒരു കാരണവശാലും
അദ്ദേഹത്തോട് ഒന്നും ചോദിക്കുകയില്ല. എന്തെങ്കിലും കാര്യസാധ്യത്തിനായിട്ടാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്ന് അദ്ദേഹത്തെ ഞാൻ അറിയിക്കുകയില്ല. അദ്ദേഹം സർവജ്ഞനാണ്. മാധവൻ അറിഞ്ഞുകൊണ്ട് എനിക്ക് എന്തെങ്കിലും തന്നാൽ അത് ഞാൻ കൊണ്ടുവരാം, അല്ലാതെ ഞാൻ ഒന്നും ചോദിക്കുകയില്ല എന്ന് വീണ്ടും ഈ കുചേലൻ തൻ്റെ ഭാര്യയോട് പറയുന്നു. എന്നിട്ട് വീണ്ടും പറയുകയാണ്, പക്ഷേ ഒരു കാര്യം, നാം അത് മറന്നുപോയി. മഹത്തുക്കളായ പുണ്യാത്മാക്കളെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു തിരുമുൽ കാഴ്ച അവരുടെ മുമ്പിൽ വയ്ക്കണം. അതൊരാചാരമാണ്. നാം ദരിദ്രരാണ് എങ്കിലും എന്തെങ്കിലും ഒന്ന് വേണ്ടേ? വെറും കയ്യും വീശി ചെല്ലുന്നത് ശരിയാണോ? പോരെങ്കിൽ വളരെ കാലം കഴിഞ്ഞ് പഴയ കൂട്ടുകാരനെ കാണാൻ ചെല്ലുകയാണ്. ഇങ്ങനെ കുചേലൻ ഭാര്യയോട് പറയുന്നു. ഉടൻ തന്നെ ആ ഉത്തമയായ ആ ഗൃഹനായിക ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അയൽപ്പക്കത്തുള്ള 3-4 ഗൃഹങ്ങളിൽ ചെന്ന് യാചിക്കുന്നു. ഒരു പിടി നെല്ലു കിട്ടി. വേഗം തന്നെ അവൾ അത് ഇടിച്ച് അവലാക്കി ഒരു കീറ തുണി കഷ്ണത്തിൽ പൊതിഞ്ഞ് ഭർത്താവിൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. ഈ നിസാരമായ സാധനം ജഗത്പതിയായ കൃഷ്ണന് ഞാൻ എങ്ങനെ തിരുമുൽ കാഴ്ചയായി നൽകും? അദ്ദേഹത്തിന് എന്തു തോന്നുമെന്ന് കുചേലൻ ആത്മഗതം പോലെ പറയുന്നു. ഭർത്താവിൻ്റെ മനസ്സറിഞ്ഞ് ആ ഭാര്യ പറയുകയാണ്, അങ്ങ് വിഷമിക്കണ്ട. ഭക്തിയോടുകൂടി ഭഗവാന് എന്തു കൊടുത്താലും ഭഗവാൻ തൃപ്തനാകും. ഭക്തൻ നൽകുന്ന വിഷം പോലും അമൃതമായി ഭഗവാൻ ആസ്വദിക്കും. ചീരവെള്ളം കുടിച്ച് ദ്രൗപദിയെ അനുഗ്രഹിച്ച കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങേക്കും അത് അറിയാമല്ലോ എന്ന് ഈ ഭാര്യ കുചേലനോട് പറയുന്നു. അതിനുശേഷം കുളിച്ച് നെറ്റിയിൽ ഭസ്മക്കുറിയൊക്കെ ചാർത്തി ഗോപീചന്ദന കുറികളും ചാർത്തി ഒരു കീറിയ വസ്ത്രം ഞൊറിഞ്ഞുടുത്ത് പാളത്താറും പാച്ചി പൊളിഞ്ഞ് വാരികളൊക്കെ ഒടിഞ്ഞ ഒരു ഓലക്കുടയും കയ്യിലേന്തി അവിൽപ്പൊതി ആരും കാണാതെ തൻ്റെ കക്ഷത്തിൽ ഒളിപ്പിച്ച് തണ്ടല്ലോട് ഒട്ടിച്ചേർന്ന പട്ടിണി വയറോടുകൂടി ആ കുചേല ബ്രാഹ്മണൻ ഭാര്യയോടും കുട്ടികളോടും യാത്രയും പറഞ്ഞ് ദ്വാരക ലക്ഷ്യമാക്കി മന്ദം മന്ദം അതാ നടക്കുന്നു. പത്നിയും കുഞ്ഞുങ്ങളും ആ യാത്രയും നോക്കിക്കൊണ്ട് കണ്ണുനീരിൽ കുളിച്ച് പാവകളെ പോലെ നിൽക്കുന്നു. നിങ്ങൾക്ക് ആ കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ടോ? അച്ഛൻ എങ്ങോട്ടാണ് പോയത്? ഒരു കുട്ടി ചോദിക്കുകയാണ്. ശ്രീകൃഷ്ണ ഭഗവാനെ കാണാനെന്ന് അമ്മ മറുപടി പറയുന്നു. ഭഗവാനെ കണ്ടാൽ നമ്മുടെ ദാരിദ്ര്യമൊക്കെ തീരുമോ അമ്മേ എന്ന് ആ കുഞ്ഞു ചോദിക്കുന്നു. ഭഗവാൻ അനുഗ്രഹിച്ചാൽ തീരും മക്കളെ എന്ന് പറയുന്നു. എന്നിട്ട് അച്ഛൻ എന്താണ് നേരത്തെ ഇതുവരെ പോകാഞ്ഞത് എന്ന് ആ കുഞ്ഞു ചോദിക്കുന്നു. കുട്ടികളുടെ ചോദ്യങ്ങൾ ആ മാതാവിനെ വളരെയധികം വിഷമിപ്പിക്കുന്നു. അവർ ആ കുഞ്ഞുങ്ങളെ ചേർത്തു പിടിച്ച് സമാധാനിപ്പിക്കുന്നു. കുചേലൻ പതുക്കെ പതുക്കെ ദ്വാരകയിലേക്ക് നടക്കുന്നു. മാർഗമധ്യേ കിടന്നും ഇരുന്നും വിശ്രമിച്ചും അങ്ങനെ നടക്കുകയാണ്. വഴിയരികുകളിൽ കാണുന്ന പൊയ്കകളിലെ പച്ചവെള്ളം മാത്രമായിരുന്നു ആഹാരം. ദ്വാരകയിൽ ചെന്നാൽ ഭഗവാൻ എന്നെ അറിയുമോ? പണ്ട് സാന്ദീപനിയുടെ ഗുരുകുലത്തിൽ താമസിച്ച കഥ ഭഗവാൻ ഇപ്പോൾ ഓർക്കുമോ? കൃഷ്ണ, ഈ പഴയ കൂട്ടുകാരനായ കുചേലൻ നിന്നെ കാണുവാനായി അങ്ങോട്ട് വരുന്നു. നീ എന്നെ അറിയാതിരിക്കുമോ? ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ആ സാധു ബ്രാഹ്മണൻ നടന്ന് പോകുന്നത്. അങ്ങനെ പലതും ചിന്തിച്ചുകൊണ്ട് നടന്ന് ആ ബ്രാഹ്മണൻ ദ്വാരകയിൽ എത്തിച്ചേരുന്നു. സർവത്ര സ്വർണമയം, ഉയർന്ന സുവർണ ഗോപുരങ്ങൾ, മണിഹർമ്മ്യങ്ങൾ, വിശാലമായ രമ്യശാലകൾ, അന്തഃപുര, മണിഹർമ്മ്യങ്ങൾ, ഈ ദൃശ്യങ്ങളായ പല ദൃശ്യങ്ങളും നോക്കിക്കൊണ്ട് ഭക്തിയോടുകൂടി ആ ബ്രാഹ്മണൻ ഭഗവാന്റെ മണിമാളികയുടെ നേരെയുള്ള ആ ഗോപുരദ്വാരത്തിൽ ചെന്നു നിൽക്കുന്നു. ആ പിച്ച ബ്രാഹ്മണനെ അകത്ത് കടക്കുവാൻ ദ്വാരപാലകർ അനുവദിച്ചില്ല. അവര് അദ്ദേഹത്തെ തടഞ്ഞു. ഹേ ബ്രാഹ്മണ, ഓരോരോ
മഹാരാജാക്കന്മാരും മഹർഷികളും മഹത്തുക്കളുമൊക്കെ ഭഗവാനെ കാണുവാനുള്ള സമയവും കാത്ത് ഇവിടെ താമസിക്കുന്നു. ആ സ്ഥിതിക്ക് നിസാരനായ അങ്ങേക്ക് അവിടെ എങ്ങാനും എത്തി നോക്കാൻ പോലും സാധിക്കുമോ? ആഹാരം വല്ലതിനുമാണെങ്കിൽ ഭക്ഷണപന്തിയിൽ ചെന്നാൽ ഇഷ്ടം പോലെ കഴിക്കാൻ കിട്ടും, അതും കഴിച്ചുകൊണ്ട് തിരിച്ചു പൊയ്ക്കൊള്ളുക എന്ന് ആ കാവൽക്കാർ ഈ ബ്രാഹ്മണനോട് പറയുന്നു. സ്വതവേ പരവശനായിരുന്നു. ദ്വാരപാലകരുടെ ഇപ്രകാരമുള്ള വാക്കുകൾ കൂടി കേട്ടപ്പോൾ കൂടുതൽ പരവശനായി തീർന്നു. അദ്ദേഹം അപേക്ഷാസ്വരത്തിൽ അവരോട് പറയുകയാണ്, അല്ലയോ ഗോപുരപാലക, എനിക്കൊന്നും വേണ്ട, ഭഗവാനെ ഒന്ന് കണ്ടാൽ മാത്രം മതി. ദയവ് തോന്നി എന്നെ ഒന്ന് അകത്തേക്ക് കടത്തിവിടണം എന്ന് പറയുന്നു. അദ്ദേഹത്തെ കണ്ടാൽ മതിയെങ്കിൽ അദ്ദേഹം പുറത്തേക്ക് എഴുന്നള്ളുമ്പോൾ എവിടെ നിന്നെങ്കിലും അങ്ങേക്ക് കാണാമല്ലോ. ഏതായാലും മാർഗ തടസ്സമുണ്ടാക്കാതെ ഇവിടെ നിന്നും മാറി നിൽക്കൂ, മന്ത്രിമാർ വരേണ്ട സമയമായി എന്ന് അവര് ഈ ബ്രാഹ്മണനോട് പറയുന്നു. കൃഷ്ണ കരുണാനിധി, ഇത്രയെല്ലാം ബുദ്ധിമുട്ടി ഞാൻ വന്നിട്ട് അവിടുത്തെ ഒരു നോക്ക് കാണുവാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ ഭഗവാനെ എന്ന് ചിന്തിച്ചുകൊണ്ട് മനസ്സു നീറി അങ്ങനെ വിഷമിച്ചു നിന്നുകൊണ്ട് ആ ബ്രാഹ്മണൻ ദ്വാരപാലകൻ കൽപ്പിച്ചതുപോലെ അല്പം അകലത്തിലേക്ക് മാറി നിൽക്കുന്നു. ആ സമയത്ത് ഭഗവാൻ രുക്മിണീ ദേവിയും ഒരുമിച്ച് മാളികയുടെ മുകളിൽ സ്വർണമഞ്ചത്തിലിരുന്ന് നർമ്മസല്ലാപം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കൃഷ്ണൻ ഞെട്ടി വിറച്ചു. ആരോ തൻ്റെ ഹൃദയത്തിലേക്ക് ഒരു വലിയ ഇടി ഇടിക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് കുചേലൻ തൻ്റെ തലയ്ക്കടിച്ച ആ അടിയായിരുന്നു ഭഗവാന്റെ ഹൃദയത്തിലേക്ക് വന്ന് കൊണ്ടത്. ഭഗവാൻ പെട്ടെന്ന് തന്നെ മഞ്ചത്തിൽ നിന്നും ചാടി എഴുന്നേൽക്കുകയും രുക്മിണി, എനിക്ക് വയ്യ, തീരെ വയ്യ, എൻ്റെ ഹൃദയം കിടന്ന് പിടയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 4 വശവും നോക്കുന്നു. ഭഗവാന്റെ ഈ ഭാവപ്രകടനം കണ്ട് രുക്മിണീദേവി ഭയപ്പെട്ടു. രുക്മിണീദേവി കരയുവാൻ തുടങ്ങി. രുക്മിണീദേവിയുടെ കരച്ചിൽ കേട്ട് ഭഗവാന്റെ മറ്റു ഭാര്യമാർ കൂടി അവിടേക്ക് ഓടി വരുന്നു. പെട്ടെന്ന് തന്നെ ഭഗവാന് മനസ്സിലാകുന്നു തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കുചേലൻ അതാ തന്നെ കാണുവാനായി തൻ്റെ പാതുക്കൽ വന്നു നിൽക്കുന്നു. ഭഗവാൻ പെട്ടെന്ന് പറയുകയാണ്, രുക്മിണി, ഞാൻ പാപിയായി. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കുചേലൻ, ഭക്തോത്തമനായ എൻ്റെ പ്രിയപ്പെട്ട കുചേലൻ ഗോപുരദ്വാരത്തിൽ നിന്ന് വിഷമിക്കുന്നു. ആ കണ്ണുകളിൽ നിന്ന് വെള്ളം വരുന്നു. വരൂ, എൻ്റെ പത്നിമാർ എല്ലാവരും വരൂ. എൻ്റെ സർവസ്വവുമായ എൻ്റെ കൂട്ടുകാരനെ സ്വീകരിക്കുവാനായി നിങ്ങൾ എല്ലാവരും വരൂ. രുക്മിണി, അവിടുന്ന് വേഗം തന്നെ തീർത്ഥജലം കയ്യിലെടുക്കൂ. ഭാമി, ചന്ദനം, പനിനീർ മുതലായവ എടുക്കൂ. ജാമ്പവതി, എല്ലാം തയ്യാറാക്കൂ. സത്യേ, മിത്രവിന്ദേ, നിങ്ങൾ വെഞ്ചാമരങ്ങൾ എടുക്കൂ. കാളിന്തി, നീ ആലവട്ടം കയ്യിലെടുക്കൂ. ഭദ്രേ, ലക്ഷ്മണേ, അഷ്ടമംഗല്യം എടുക്കൂ. എല്ലാവരും എൻ്റെ കൂടെ വേഗം തന്നെ വരൂ. എൻ്റെ ഭക്തൻ അവിടെ നിന്ന് വിഷമിക്കുന്നു. എൻ്റെ കുചേലൻ, അയ്യോ ഞാൻ പാപിയായി എന്ന് പറഞ്ഞുകൊണ്ട് ധൃതിയിൽ ഭഗവാൻ ഭക്തവത്സലൻ 7ാം മാളികയുടെ മുകളിൽ നിന്ന് പടികൾ ചാടി ചാടി ഇറങ്ങി ഓടി ഗോപുരദ്വാരത്തിലേക്ക് പരിഭ്രാന്തിയോടുകൂടി ഓടി വന്ന് അസ്ഥിപഞ്ചര ശരീരനായി നിന്നിരുന്ന ആ കുചേലൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. കുചേല, അങ്ങ് വന്നിട്ട് കുറേ നേരമായോ? ഇവിടെ നിന്ന് വിഷമിച്ചു. അങ്ങ് വന്നത് ഞാൻ അറിഞ്ഞില്ല, എനിക്ക് മാപ്പു നൽകണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പരംപുരുഷൻ രുക്മിണിയുടെ കയ്യിൽ നിന്നും തീർത്ഥജലം വാങ്ങി കുചേലൻ്റെ പാദങ്ങളെ തൻ്റെ തൃക്കരങ്ങൾ കൊണ്ട് കഴുകുന്നു. ആ തീർത്ഥജലം അദ്ദേഹവും പത്നിമാരും സേവിച്ച് ശിരസുകളിൽ തളിക്കുന്നു. പത്നിമാരുടെ കൈകളിൽ നിന്ന് പനിനീര്, കളഭം മുതലായവ വാങ്ങി അദ്ദേഹം തന്നെ തൻ്റെ കൂട്ടുകാരൻ്റെ ശരീരത്തിൽ പൂശുന്നു. ആലവട്ടം അദ്ദേഹം തന്നെ പിടിക്കുന്നു. വെഞ്ചാമരം അദ്ദേഹം തന്നെ വീശുന്നു. സർവശീതള ഉപചാരങ്ങളും ശ്യാമസുന്ദരൻ തന്നെ ചെയ്യുന്നു. അനന്തരം
ഭഗവാൻ ആ ബ്രാഹ്മണനെ കൈത്തലത്തിൽ കോരിയെടുത്ത് പത്നിമാരുടെ അകമ്പടിയോടുകൂടി മാളികയുടെ മുകളിൽ കൊണ്ടുവന്ന് താനിരുന്ന ആ സുവർണ കട്ടിലിൽ ഇരുത്തുന്നു. പുഷ്പമാല്യങ്ങളാലും അംഗരാഗത്താലും ഭഗവാന്റെ പത്നിമാർ ആ ബ്രാഹ്മണനെ പൂജിക്കുന്നു. രുക്മിണി പൊൻപിടിയുള്ള താലവൃന്ദം പനിനീരിൽ മുക്കി അദ്ദേഹത്തെ പരിവീജനം ചെയ്യുന്നു. ഭഗവാന്റെ ഭക്തവാത്സല്യവും സ്വീകരണങ്ങളും സൽക്കാരങ്ങളും എല്ലാം കണ്ടപ്പോൾ പാവപ്പെട്ട കുചേലൻ പ്രജ്ഞയറ്റവനെ പോലെ ഇരിക്കുന്നു. തൊഴുത് കൂഞ്ഞിക്കൂടി ആ മഞ്ചത്തിൽ ആ പാവം കുത്തിയിരിക്കുകയാണ്. ശീതള പാനീയങ്ങളും മധുര പലഹാരങ്ങളും നൽകി ഭക്തന്റെ ക്ഷീണം ഭഗവാൻ തന്നെ തീർക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന് ആ ശരീരം തടവിക്കൊണ്ട് ഓരോരോ കുശല പ്രശ്നങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ പീതാംബരൻ ചോദിക്കുകയാണ്, ഗുരുകുലം വിട്ടതിനു ശേഷം അങ്ങ് എവിടെയായിരുന്നു? മാതാപിതാക്കളൊക്കെ എങ്ങനെ ഇരിക്കുന്നു? മരിച്ചുപോയോ? അതിനുശേഷം എത്ര കാലമായി ഒന്ന് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പഴയ കൂട്ടുകാരനെ കുറിച്ച് ഇപ്പോഴെങ്കിലും അങ്ങ് ഓർത്തല്ലോ. എന്നെ ഒന്ന് കാണണമെന്ന് ഇപ്പോഴാണോ അങ്ങേക്ക് തോന്നിയത്? അതോ എന്നെ കാണാൻ വേണ്ടി അല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്? വല്ല ബന്ധുഗൃഹങ്ങളിലും പോകുന്ന വഴിക്ക് ഇവിടെ ഒന്ന് കയറിയിട്ട് പോകാം എന്ന് ചിന്തിച്ചതാണോ? ബന്ധുക്കളൊക്കെ എവിടെ? വിവാഹമൊക്കെ കഴിഞ്ഞോ? പത്നി സുന്ദരിയാണോ? സ്നേഹമുള്ളവളാണോ? മക്കളൊക്കെ ഉണ്ടല്ലോ. എല്ലാവരും കൂടി സുഖമായിട്ടല്ലേ ജീവിക്കുന്നത്? അവരെയൊക്കെ എന്താ കൊണ്ടുവരാഞ്ഞത്? കഴിഞ്ഞു കൂടുവാൻ വേണ്ട സ്വത്തുക്കളും താമസിക്കുവാൻ നല്ല കെട്ടിടവുമൊക്കെ ഇതിനകം ഉണ്ടാക്കിയിട്ടുണ്ടാകുമല്ലോ. ഇങ്ങനെയൊക്കെ ഭഗവാൻ ചോദിക്കുകയാണ്. ഞാൻ എന്തു പറയണം ഭഗവാനെ? യാതൊരു മറുപടിയുമില്ലാതെ തൊഴുതുകൊണ്ട് കുചേലൻ ഇരുന്നതേ ഉള്ളൂ. എന്തു മറുപടി പറയാനാണ്? ഭഗവാന്റെ സമീപത്ത് ഭഗവാന്റെ മഞ്ചത്തിൽ താൻ ഇരിക്കുന്നു. തന്നെ ഭഗവാൻ തലോടുന്നു. അതോർത്തപ്പോൾ ആ ബ്രാഹ്മണന് തൻ്റെ ശരീരത്തിൽ ആണി തറച്ചു കയറുന്ന വേദനയാണ് ഉണ്ടായത്. കൃഷ്ണൻ വീണ്ടും ചോദിക്കുകയാണ്, കുചേലൻ എന്താ ഒന്നും മിണ്ടാത്തത്? ക്ഷീണം കൊണ്ടായിരിക്കുമല്ലേ? സാരമില്ല, മാറിക്കൊള്ളും. ക്ഷീണം കൂടുതലാണെങ്കിൽ ഈ മഞ്ചത്തിൽ തന്നെ കുറച്ചു നേരം കിടക്കൂ, ഞാൻ വീശാം. രുക്മിണി, ആ വിശറി ഇങ്ങെടുക്കൂ. ഇങ്ങനെയൊക്കെ ഭഗവാൻ പറയുന്നു. കുചേലൻ കണ്ണും തള്ളിയിരിക്കുകയാണ്. എന്തു പറയാനാണ്? ഭഗവാൻ ഇങ്ങനെ ഓരോരോ കഥകൾ പറയുകയും കുചേലനെ സൽക്കരിക്കുകയും ചെയ്യുന്നു. ഭഗവാൻ വീണ്ടും പറയുകയാണ്, എത്ര കാലമായി കുചേല നമ്മൾ ഗുരുകുലത്തിൽ നിന്ന് പിരിഞ്ഞു പോന്നിട്ട്? പക്ഷേ എല്ലാം ഇന്നലെ സംഭവിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. നിനക്ക് ഓർമ്മയുണ്ടോ ഒരു രാത്രിയിൽ നാം കാട്ടിൽ വിറകിനു പോയ കഥ? ആ സമയത്ത് ഒരു കാട്ടാളനെ കണ്ട് അവിടുന്ന് പേടിച്ചതും ഞാൻ അവനെ കൊന്നതും പിന്നീട് ഒരു ഭയങ്കര മഴയും കൊടുങ്കാറ്റുമൊക്കെ ഉണ്ടായതും അങ്ങനെ നമ്മൾ ആ മഴ മുഴുവനും നനഞ്ഞ് ഒരു വൃക്ഷച്ചുവട്ടിൽ ആ രാത്രി മുഴുവൻ കഴിച്ചു കൂട്ടിയതും നമ്മളെ കാണാതെ ഗുരുവും ഗുരുപത്നിയും പേടിച്ചതും പിറ്റേ ദിവസം ഗുരു നമ്മെ അന്വേഷിച്ചു വന്ന് നമ്മളെ കണ്ടുമുട്ടി നമ്മളെ തിരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയതും നമുക്ക് അനുഗ്രഹങ്ങളെല്ലാം നൽകിയതുമെല്ലാം അങ്ങ് ഓർമ്മിക്കുന്നുവോ? ഇതെല്ലാം അങ്ങ് മറന്നു. അതുകൊണ്ടാണ് ഇത്രയും കാലം എന്നെ കാണാൻ വരാഞ്ഞത് എന്നൊക്കെ പരിഭവം ഭഗവാൻ പറയുന്നു. ഉടൻ തന്നെ കുചേലൻ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്, അവിടുന്ന് ഇതെല്ലാം ഓർത്തിരിക്കുന്നുവോ എന്ന് മനസ്സിൽ പറയുന്നു. ഭഗവാൻ വീണ്ടും പറയുകയാണ്, ആട്ടെ കുചേല, ഒന്ന് ചോദിച്ചു കൊള്ളട്ടെ. വീട്ടിൽ നിന്നും പുറപ്പെട്ടപ്പോൾ പഴയ കൂട്ടുകാരന് തരാനായി ഒന്നും കൊണ്ടുവന്നില്ലേ? ഞാനൊരു തീറ്റപ്രിയനാണെന്ന് അറിയാവുന്നത് കൊണ്ട് എന്തെങ്കിലും കൊണ്ടുവരാതെ ഇരിക്കുകയില്ല. പോരെങ്കിൽ ഉത്തമയായ ധർമ്മപത്നി എന്തെങ്കിലും തന്നയക്കാതെയും ഇരിക്കുകയില്ല. ഭക്തൻ എനിക്കെന്തു തന്നാലും എനിക്ക് വളരെ ഇഷ്ടമാണ്. തന്നില്ലെങ്കിൽ പക്ഷേ ഞാൻ കട്ടുതിന്നും. അതായിരുന്നു എൻ്റെ സ്വഭാവം. ഭക്തിയില്ലാത്തവൻ 3 ലോകങ്ങൾ നൽകിയാലും എനിക്കതിൽ യാതൊരു സന്തോഷവുമില്ല. അതുകൊണ്ട് നിസാരമായ വല്ലതുമാണ് കൊണ്ടുവന്നത് എങ്കിൽ പോലും അങ്ങ് വിഷമിക്കേണ്ട, വേഗം അതിങ്ങ് തന്നുകൊള്ളൂ. എനിക്ക് വല്ലാതെ വിശക്കുന്നു, ഇല്ലെങ്കിൽ ഞാൻ പിണങ്ങും.
ഇങ്ങനെ ഭഗവാൻ പറയുകയാണ്, തൻ്റെ കക്ഷത്തിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന അവൽക്കിഴി പുറത്തു കാണിക്കുവാൻ നാണിച്ചുകൊണ്ട് ആ ബ്രാഹ്മണൻ പക്ഷെ മിണ്ടാതെ ഇരുന്നു. കഷ്ടിച്ച് 1-2 പിടി അവല് കാണും. അത് പൊതിഞ്ഞിരുന്നത് ഒരു മുഷിഞ്ഞ കീറ തുണിക്കഷ്ണത്തിൽ. അതിനു പുറമേ അതിൽ പകുതിയിലധികം കല്ലും മണ്ണും കരിക്കട്ടയുമാണ്. വിയർപ്പിൽ നനഞ്ഞ് അത് കുതിർന്നിരിക്കുന്നു. അങ്ങനെയുള്ള ഈ നികൃഷ്ടമായ സാധനം ഞാൻ എങ്ങനെ ഭഗവാന് കൊടുക്കും? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആ ബ്രാഹ്മണൻ നാണിച്ച് തല താഴ്ത്തി മിണ്ടാതെ ഇരുന്നു. കൃഷ്ണൻ ആ കുചേലൻ്റെ ശരീരമിങ്ങനെ തൂത്തു തലോടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ കക്ഷത്തിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ തുണിക്കിഴി കണ്ട് ആഹ്ലാദത്തോടു കൂടി അത് പുറത്തേക്ക് വലിച്ച് എടുക്കുന്നു. എന്തെങ്കിലും കൊണ്ടുവന്നിരിക്കുമെന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോൾ എത്ര സത്യമായിരിക്കുന്നു. നോക്കൂ രുക്മിണി, എനിക്ക് വേണ്ടി എൻ്റെ കൂട്ടുകാരൻ എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടു കൂടി ഭഗവാൻ ആ തുണിക്കെട്ട്, ആ തുണിക്കിഴി മെല്ലെ അഴിക്കുന്നു. ഭഗവാനെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവലാണല്ലോ ഇതിലിരിക്കുന്നത്. എത്ര നാളായി കുറച്ച് അവല് തിന്നണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ആഗ്രഹം കുചേലൻ എങ്ങനെ അറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആ കാരുണ്യമൂർത്തി അതിൽ നിന്നും ഒരു പിടി അവല് കയ്യിലെടുക്കുകയും അത് വായിലിട്ട് ചവച്ച് വിഴുങ്ങുകയും ചെയ്യുന്നു. ആഹാ, എന്തൊരു സ്വാദ് എന്ന് പ്രശംസിച്ചുകൊണ്ട് കൃഷ്ണൻ വീണ്ടും ഒരു പിടി അവല് കൂടി വാരി വായിലേക്കിടുവാൻ ഭാവിച്ചപ്പോൾ രുക്മിണീ ദേവി പെട്ടെന്ന് ഭർത്താവിൻ്റെ കയ്യിൽ കയറി കടന്ന് പിടിക്കുന്നു. രുക്മിണീ ദേവിയുടെ മനസ്സിൽ എന്താണെന്ന് ഭഗവാൻ മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ തൃക്കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ അടർന്ന് വീഴുന്നു. വൈദർഭി തൻ്റെ ചെഞ്ചേല കൊണ്ട് ഭഗവാന്റെ കണ്ണുനീർ തുടയ്ക്കുന്നു. അയ്യോ നാഥ, അങ്ങ് കരയുകയാണോ? അതിനുവേണ്ടി ഇവിടെ എന്തുണ്ടായി? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭാമ ഭർത്താവിനെ ആശ്വസിപ്പിക്കുന്നു. ക്ഷണനേരം കൊണ്ട് അശ്രുക്കളെല്ലാം മാഞ്ഞ് ഭഗവാന്റെ മുഖത്ത് ഒരു മന്ദഹാസം പ്രകാശിച്ചു. ഭഗവാൻ എന്തുകൊണ്ടാണ് കരഞ്ഞത്? തൻ്റെ ഭക്തന് എത്രമാത്രം ഐശ്വര്യങ്ങൾ നൽകിയാലും ഭഗവാന് മതി വരികയില്ല. അതുകൊണ്ടാണ് ഭഗവാൻ ഇപ്പോൾ കരഞ്ഞത്. പിന്നെയും കുറേയേറെ കുശല പ്രശ്നങ്ങളൊക്കെ ചെയ്തതിനു ശേഷം രാത്രിയിൽ പരിമളങ്ങൾ നിറഞ്ഞ തീർത്ഥജലത്തിൽ കുളിപ്പിച്ച് കുചേലനെ ഭഗവാൻ തന്നെ കുളിപ്പിച്ച് അദ്ദേഹത്തിന് അമൃത സമാനങ്ങളായ അത്താഴവും നൽകി തൻ്റെ കട്ടിലിൽ തന്നെ കിടത്തി ഉറക്കുന്നു. പിറ്റേ ദിവസം രാവിലെ ബ്രാഹ്മണൻ എഴുന്നേൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ ദൈനംദിന കർമ്മങ്ങളെല്ലാം ചെയ്തതിനു ശേഷം പ്രഭാത ഭക്ഷണവും കഴിച്ച് ഭഗവാനോട് യാത്ര പറയുകയാണ് കുചേലൻ. ആട്ടെ, പോയി വരൂ, എന്നെ മറക്കരുത്, സുഖമായി ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ തൻ്റെ കൂട്ടുകാരന് യാത്ര അനുമതിയും നൽകുന്നു. ദ്വാരകയിൽ എത്തിയതിനു ശേഷം കുടുംബകാര്യങ്ങളെല്ലാം ഈ ബ്രാഹ്മണൻ മറന്നുപോയിരുന്നു. സദാസമയവും ഭഗവാനെ കണ്ടുകൊണ്ട് ആനന്ദത്തിൽ മുഴുകി ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് തൻ്റെ വീട്ടിലെ പട്ടിണിയും കാര്യങ്ങളും എല്ലാം അദ്ദേഹം മറന്നുപോയി. താൻ എന്തിനാണ് വന്നത് എന്നുപോലും അദ്ദേഹം മറന്നുപോയി. കുറച്ചു ദൂരം തിരികെ നടന്നപ്പോഴാണ് കുടുംബത്തെപ്പറ്റി ആ ബ്രാഹ്മണൻ ആലോചിച്ചത്. ദൈവമേ, പത്നിയോട് ഞാൻ എന്തു പറയും? ഞാൻ എന്തെങ്കിലും കൊണ്ടു ചെല്ലുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വഴിക്കണ്ണും പാർത്തിരിക്കുകയാണവൾ. ഭഗവാനെ, നിന്നോടൊന്നും ഞാൻ ചോദിച്ചതുമില്ല. ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുവാൻ നീ എനിക്ക് ഒരു അവസരം തന്നതുമില്ല. ഒന്നും ഇങ്ങോട്ട് പറയാതെ ഞാൻ എങ്ങനെ അങ്ങോട്ട് ചോദിക്കും? ഭഗവാനെ, ഞാനിനി എന്തു പറയും വീട്ടിൽ ചെന്നിട്ട് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ആ ബ്രാഹ്മണൻ ഇങ്ങനെ നടക്കുകയാണ്.
ഇങ്ങനെ നടന്നു നടന്ന് അദ്ദേഹം തൻ്റെ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. അവിടെ നിന്നും അദ്ദേഹം തൻ്റെ ഗൃഹം ഇരിക്കുന്ന ആ പ്രദേശത്തേക്ക് ചെന്നു. പെട്ടെന്ന് തന്നെ കുചേലന് വഴി മാറിപ്പോയോ എന്ന ഒരു സംശയമുണ്ടാകുന്നു. കാരണം ആ സ്ഥലമാകെ മാറിപ്പോയിരിക്കുന്നു. എങ്ങും മണിമന്ദിരങ്ങൾ, ഗോപുരങ്ങൾ, മനോഹരങ്ങളായ മന്ദിരങ്ങൾ, ധനസംരക്ഷണ ശാലകൾ, കോട്ട മതിലുകൾ, കേളി ഗൃഹങ്ങൾ, അതുപോലെ തന്നെ രത്ന മണിയറകൾ എന്നുവേണ്ട സർവ ഐശ്വര്യങ്ങളും തികഞ്ഞ ഒരു അത്ഭുത ദേവനഗരം അതാ തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്നതായി ആ ബ്രാഹ്മണന് തോന്നുന്നു. അയ്യോ, എനിക്ക് വഴി തെറ്റിപ്പോയോ? ഇത് ദ്വാരക പോലെ തന്നെ ഇരിക്കുന്നുവല്ലോ. ഞാൻ ചിന്തിച്ചു നടന്ന് തിരിച്ചു വീണ്ടും ദ്വാരകയിൽ തന്നെ എത്തിച്ചേർന്നു. ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് തലയിൽ കൈവച്ചുകൊണ്ട് ആ ബ്രാഹ്മണൻ ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അതാ ഒരു സുന്ദരിയായ ഒരു സ്ത്രീ 100 ദാസിമാരാൽ അകമ്പടിയോടുകൂടി സ്വർണ്ണ താലങ്ങളുമേന്തി തന്നെ എതിരേൽക്കുവാനായി അതാ നടന്ന് വരുന്നു. ഏറ്റവും മുമ്പിൽ ദിവ്യമായ ആഭരണങ്ങളും വസ്ത്രങ്ങളും അണിഞ്ഞ് പൊൻതാലവും പിടിച്ചു വരുന്നത് തൻ്റെ പ്രിയ പത്നിയാണല്ലോ. നല്ല വസ്ത്രങ്ങളും ധരിച്ചുകൊണ്ട് തൻ്റെ കുഞ്ഞുങ്ങളും കൂടെയുണ്ട്. ധാരാളം ദാസിമാരുമുണ്ടല്ലോ. കുചേലൻ ഞെട്ടിപ്പോയി. കൃഷ്ണ, ഭക്തവത്സല, ഇതെന്തൊരു മായക്കളിയാണ്! ഭഗവാനെ, നീ എന്താണ് എന്നോട് കാണിക്കുന്നത് എന്നുച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ബ്രാഹ്മണൻ നിലത്തു വീണ് നമസ്കരിക്കുന്നു. നിന്റെ അത്ഭുത ലീലകൾ എന്നോടും കാണിച്ചല്ലോ ഭഗവാനെ. ഒന്നും മിണ്ടാതെ ഒന്നും തരാതെ നീ എന്നെ യാത്രയാക്കിയത് ഇതിനു വേണ്ടിയിട്ടാണല്ലോ. എനിക്ക് എല്ലാം നീ നൽകിയല്ലോ. അവിടുത്തെ ദ്വാരകയേക്കാൾ വലിയ ഒരു ദ്വാരകയാണല്ലോ ഭഗവാനെ നീ എനിക്ക് നൽകിയത്. ഇങ്ങനെ തന്നെത്താൻ ഭഗവാനെ വാഴ്ത്തിക്കൊണ്ട് നിലത്തു കിടന്നുകൊണ്ട് ആ ബ്രാഹ്മണൻ ഭഗവാനെ നമസ്കരിക്കുന്നു. അവിടെ നിന്നും അദ്ദേഹത്തെ ഭാര്യയും കുട്ടികളും തോഴിമാരും കൂടി ചേർന്ന് എഴുന്നേൽപ്പിച്ച് അദ്ദേഹത്തെ സ്വീകരിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. നാഥേ, എനിക്കൊന്നും പറയാനില്ല. എൻ്റെ ഭഗവാനെ ഞാൻ കണ്ടു, എൻ്റെ കൂട്ടുകാരനെ ഞാൻ കണ്ടു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് എന്നെ സ്വീകരിച്ചു. എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അദ്ദേഹം തന്നു. അതിനുശേഷം അദ്ദേഹം എന്നെ ഒന്നും പറയാതെ യാത്രയാക്കി. ഇതെല്ലാം തരുന്നതിന് വേണ്ടിയിട്ടാണോ ഒരക്ഷരം പോലും പറയാതെ അദ്ദേഹം എന്നെ യാത്രയാക്കിയത്? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ കുചേല ബ്രാഹ്മണൻ കരയുകയാണ്. ഭർത്താവിന് കുടിക്കുവാനുള്ള ശീതള പാനീയം നൽകി ആ ഭാര്യ ആശ്വസിപ്പിച്ചതിനു ശേഷം ഭക്തിപൂർവം ആ പത്നി പറയുകയാണ്, 2-3 ദിവസത്തിനു മുമ്പ് അങ്ങ് ദ്വാരകയിൽ എത്തിയ ദിവസമായിരിക്കണം അന്ന് ഐശ്വര്യരൂപിണിയായ ഒരു ദിവ്യമായ ഒരു സ്ത്രീ ഇവിടെ വന്ന് നിമിഷ നേരം കൊണ്ട് ഇതെല്ലാം നിർമ്മിച്ച് വേണ്ടുവോളം ധനവും വസ്ത്രങ്ങളും ആഭരണങ്ങളും നൽകി എനിക്ക് ദാസിമാരെ എല്ലാം നൽകി. അതിനുശേഷം ആ സ്ത്രീ അപ്രത്യക്ഷയായി. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കൽപ്പന അനുസരിച്ചിട്ടാണ് താനിത് നിർമ്മിക്കുന്നത് എന്ന് ആ ദേവി എന്നോട് പറഞ്ഞു. സാക്ഷാൽ ലക്ഷ്മി ദേവി തന്നെയായിരുന്നു ആ ദേവി. ഐശ്വര്യ ദേവതയായ സാക്ഷാൽ ലക്ഷ്മി ഭഗവതി ഐശ്വര്യപൂർണനായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആജ്ഞ അനുസരിച്ചിട്ട് നമുക്ക് നൽകിയതാണ് ഇതെല്ലാം. ഇങ്ങനെ ആ പത്നി തൻ്റെ ഭർത്താവിനോട് പറയുന്നു. ഐശ്വര്യവും സമ്പത്തും ധാരാളമുണ്ടായി എങ്കിലും കുചേലൻ അതിലൊന്നും മനസ്സു ചെലുത്താതെ സദാ ശ്രീകൃഷ്ണ ഭക്തിയിൽ തന്നെ മുഴുകി തൻ്റെ ജീവിതകാലം കഴിച്ചുകൂട്ടി അവസാനം വിഷ്ണു സായുജ്യം കൈവരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പത്നിയും കുട്ടികളും അതിരറ്റ കൃഷ്ണഭക്തിയോടുകൂടി തന്നെ അവരുടെ ജീവിതകാലം ജീവിച്ചു. നിത്യവും അനവധി സാധുജനങ്ങൾക്ക് ആ പുണ്യവതി ധാരാളം ദാനധർമ്മങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയും ചെയ്തു.
ദരിദ്രർക്ക് ഒരു കാമധേനുവായി ആ കാമിനി രത്നം പിന്നീട് ജീവിച്ചു. ഹരേ കൃഷ്ണ. ഇതാണ് കുചേല സൽഗതി. ഈ പരമസാധുവായ ഭക്തോത്തമനായ കുചേലൻ ഭഗവാനെ കാണാൻ ചെന്ന ആ ദിവസത്തെ ഓർമ്മിപ്പിക്കുന്നതിനായിട്ടാണ് ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച 2025 ഡിസംബർ മാസം 17-ാം തീയതി കുചേല ദിനമായി ആചരിക്കുന്നത്. ഒന്നും ഭഗവാനോട് നമ്മൾ ചോദിക്കേണ്ട, ഭഗവാൻ അറിയാം. വേണ്ട സമയത്ത് വേണ്ടത് നമുക്ക് നൽകുവാൻ. ഭഗവാന് എന്താണ് ആവശ്യം? ഭക്തി മാത്രമാണ് ആവശ്യമെന്ന് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ധനുമാസത്തിൽ പ്രത്യേകിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞുകൂടിക്കൊള്ളുക. ഭഗവാൻ തീർച്ചയായിട്ടും നമ്മളെ അനുഗ്രഹിക്കും. 17-ാം തീയതി ബുധനാഴ്ച അവിൽക്കിഴി ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായി ശ്രദ്ധിക്കുക. ഇനി രാവിലെ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭഗവാന് നിങ്ങളുടെ വീട്ടിൽ തന്നെ കുറച്ച് അവില് അത് ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അവില് തേങ്ങയും ശർക്കരയും നെയ്യും ഒക്കെ ചേർത്ത് നനച്ച് വേണമെങ്കിലും സമർപ്പിക്കാം, അതല്ല പച്ച അവലായിട്ടും സമർപ്പിക്കാം. കഴിയുമെങ്കിൽ പുതിയ അവല് തന്നെ മേടിച്ച് കുറച്ച് അവല് മേടിച്ച് അത് സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന അവലാണെങ്കിൽ പലപ്പോഴും ഒരുപക്ഷെ നമ്മളിപ്പോൾ പീരീഡ്സ് ഒക്കെ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എടുത്ത അവലൊക്കെ ആയിരിക്കും. അതുകൊണ്ട് പുതിയ അവൽ മേടിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ആ കാര്യം ഒന്ന് പ്രത്യേകമായി ചിന്തിക്കുക. ഭഗവാനെ പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും കുചേല കഥ ഓർമ്മിച്ച് പ്രാർത്ഥിക്കുക. കഥകളൊക്കെ കേൾക്കാനായി ശ്രമിക്കുക. ഓരോ കഥകളിലൂടെ ഭഗവാൻ നമുക്ക് എന്താണ് പറഞ്ഞു തന്നിട്ടുള്ളത് എന്നുള്ള ആ ഒരു തത്വം അത് പ്രത്യേകമായി മനസ്സിലാക്കുക. ഭഗവാൻ എന്താണ് ആവശ്യം? ഭക്തിയാണ്. ഭക്തൻ്റെ ഭക്തിയാണ്, ഭക്തൻ്റെ സ്നേഹമാണ് ഭഗവാൻ ആവശ്യം. അത് വാരിക്കോരി ഭഗവാന് കൊടുത്തുകൊള്ളുക. നിങ്ങൾ കൊടുക്കുന്നതിൻ്റെ 10,000 ഇരട്ടിയായി ഭഗവാൻ നിങ്ങൾക്കത് തിരിച്ചു നൽകും. അക്കാര്യം ഓർക്കുക. നാമം ജപിക്കുക. കലിയുഗത്തിൽ നാമജപത്തിനോളം പ്രാധാന്യം മറ്റൊന്നിനും ഇല്ല എന്ന് മനസ്സിലാക്കുക. ഭഗവാന്റെ കഥകൾ കേൾക്കുക. ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കുക. ഭഗവാന്റെ കഥകൾ പ്രചരിപ്പിക്കുക. അതും ഭക്തി തന്നെയാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.